മറുവശം മരണത്തിൽ ചുറ്റിയ കയറാണ് സ്നേഹം എന്ന് കുമാരനാശാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേതോ പുസ്തകത്തിൽ വായിച്ചിട്ട് ഓർക്കുന്നു, സ്നേഹത്തിന്റെ വില മരണമാണെന്നൊക്കെ. ഇപ്പോൾ മലയാളക്കര വളരെ വേദനയോടെ കേൾക്കുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഈ കവിവചനം അല്ലെങ്കിൽ ഈ സാഹിത്യകാരന്മാരുടെ ഒബ്സർവേഷൻ വളരെ ശരിയാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഷാരോൺ വധക്കേസ് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അത് പ്രബുദ്ധ കേരളത്തിൽ നടന്നൊരു ഇൻസിഡന്റ് ആയിരുന്നു. എന്താ സംഭവിച്ചത്? ഷാരോണും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നു. അപ്പോഴാണ് ഗ്രീഷ്മയ്ക്ക് പുതിയൊരു കല്യാണാലോചന വരുന്നു, ഒരു പട്ടാളക്കാരന്റെ കല്യാണാലോചന വരുന്നു. പക്ഷെ സ്വന്തം കാമുകൻ അവിടെ ഒരു വെലുങ്ങതടിയായിട്ടിരിക്കുന്നു. അപ്പൊ അവനെ ഒഴിവാക്കാൻ വേണ്ടി വിഷം കൊടുത്ത് കൊല്ലുകയാണ്. അതും കുടിക്കുന്ന പാനി, ജ്യൂസിലും കഷായത്തിലും ഒക്കെ. സ്നേഹത്തോടു കൂടി അവൾ കൊടുത്ത ജ്യൂസിലും കഷായത്തിലും ഒക്കെ വിഷം ഉണ്ടായിരുന്നു, കീടനാശിനി. അത് ആന്തരിക അവയവങ്ങൾ അഴുകിയ നിലയിലാണ് ഷാരോൺ മരിക്കുന്നത്. അപ്പൊ അത്രയും ഒരു മൃഗീയമായ മരണത്തിലേക്കായിരുന്നു ആ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തെ തള്ളിവിട്ടത്. ഇതിൽ പല ഡയമെൻഷൻസ് ഉണ്ട്. ഗ്രീഷ്മയെ അദ്ദേഹം ഹരാസ് ചെയ്തിരുന്നു എന്നൊക്കെ പല വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ശരിതെറ്റുകളിലേക്കൊന്നും പോവുകയല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇമോഷണൽ സൈഡ് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം എല്ലാവരും അതിന്റെ ഇമോഷണൽ തലങ്ങൾ വിലയിരുത്തുന്നു, ചർച്ച ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇനി വരാൻ പോകുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇത്തരത്തിൽ കത്തി നിൽക്കുന്ന കോൺട്രവേഴ്സ്യൽ ആയ വിഷയങ്ങൾ PSCക്ക് ഇഷ്ട മേഖലയാണ്. അവിടെ വരുന്ന നമ്മുടെ സിലബസിലെ ഭാഗങ്ങൾ, ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. പലപ്പോഴും ഇത്തരത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയി നമുക്ക് പഠിക്കാം കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ബേസ്ഡ് ചെയ്തിട്ട് PSCയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. കുറച്ച് ആഴത്തിലിറങ്ങിയുള്ള ക്ലാസ്സുകളാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷയിൽ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും കണ്ടിരിക്കുക. 10th +2 നിലവാരത്തിലും നമുക്ക് ഈ ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഡെയിലി ചാനൽ ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാം. ഇത്തരത്തിലുള്ള റയർ നോട്ടുകൾ യൂട്ടിലൈസ് ചെയ്യാം. അവിടെ കുറെ കണ്ടന്റ് ഒന്നും നിങ്ങളെ മടുപ്പിക്കില്ല. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരത്തിൽ കുറച്ച് റാങ്ക് മേക്കിംഗ് കണ്ടന്റുകൾ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ PSCയുടെ സിലബസിൽ കൂടെ നോക്കി കാണണം. അപ്പോൾ ഒരു ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ നിന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മളെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തും. പക്ഷെ വളരെ വേദനയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം അതിന്റെ ഇമോഷണൽ ഡയമെൻഷൻ കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ശ്രമിച്ചു നോക്കാം എന്താണെന്നുള്ളത്. അതായത് ഒന്നാമത്തെ ടോപ്പിക്, സബോർഡിനേറ്റ് ജുഡീഷ്യറി, അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജുഡീഷ്യൽ വിഭാഗത്തിന്റെ സബോർഡിനേറ്റ് വിങ്, താഴേക്കിടയിലുള്ള ജുഡീഷ്യറി. അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ആ ഒരു സിലബസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു സൂചനയാണ്. കാരണം ഇനി വരാൻ പോകുന്ന 10th +2 ഡിഗ്രിയിലുള്ള പരീക്ഷയിലൊക്കെ അവിടുന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ജുഡീഷ്യറി പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. സബോർഡിനേറ്റ് ജുഡീഷ്യറി എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവിടെ നിന്ന് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് പിന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. ഇന്ന് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി, അതായത് താഴേക്കുള്ള കോടതികളാണ് ജനറലി സബോർഡിനേറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. പല ടെക്സ്റ്റിലും ഡിസ്ട്രിക്ട് കോർട്ടിന് താഴെയുള്ള ആൾക്കാരെയാണ് സബോർഡിനേറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ക്ലാസിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റ് കോടതികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, തൂക്കുകയർ വിധിച്ചത് ഒരു ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടാണ്. ഇവിടെയാണ് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. പല പേരുകൾ, സെഷൻസ് കോർട്ട് ഉണ്ട്, മുൻസിഫ് കോർട്ട് ഉണ്ട്, ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്, റവന്യൂ കോർട്ടുകളുണ്ട്. ഇതിന്റെയൊക്കെ വ്യത്യാസം എന്താ നിങ്ങൾ മനസ്സിലാക്കാം. ജില്ലാ ജഡ്ജിയെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് എന്നാണ്. അദ്ദേഹം സിവിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അദ്ദേഹം ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് ആക്ട് ചെയ്യും. ക്രിമിനൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ജനറലി സ്പീക്കിംഗ് അദ്ദേഹം സെഷൻസ് ജഡ്ജായിട്ട് ആക്ട് ചെയ്യും. സോ സെഷൻസ് ജഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്രിമിനൽ കേസുകൾ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സെഷൻ, സീരിയസ് ക്രൈം, അങ്ങനെ ഓർത്തിരിക്കുക. ഒരു കുറുക്കൊഴിക സീരിയസ് ക്രൈം എന്ന് ഓർത്തിരിക്കുക. ഇത് നമുക്ക് ലക്ഷ്മികാന്തിലൊക്കെ ഉള്ള ഒരു കാര്യമാണ്. ഈ ഒരു പോയിന്റ് നമുക്കിനി സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പരീക്ഷകളിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ സെഷൻസ് ജഡ്ജ് എന്ന് പറയുമ്പോൾ അത് ക്രിമിനൽ കേസുകൾ കേൾക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജാണെന്ന കാര്യം ഓർക്കുക. ഇദ്ദേഹം തന്നെയാണ് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടിരുന്നുകൊണ്ട് സിവിൽ കേസുകൾ കേൾക്കുന്നത്. അപ്പോൾ മുൻസിഫ് ജഡ്ജ് എന്താണെന്നുള്ള ചോദ്യം വരും. അദ്ദേഹം കുറെ കൂടെ താഴേക്കിടയിലുള്ള ജുഡീഷ്യറിയിൽ സിവിൽ കേസുകൾ കേൾക്കുന്ന വ്യക്തിയാണ് മുൻസിഫ് ജഡ്ജ്. അപ്പൊ ഈ വാക്കിന്റെ കൺഫ്യൂഷൻ ഇപ്പം തന്നെ മാറ്റിക്കണം. ഓക്കെ. വിശാലമായ സബോർഡിനേറ്റ് ജുഡീഷ്യറി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാം. അപ്പോ ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ,
ഇന്ത്യയിൽ ഒരാളെ കൊല്ലാൻ, അതായത് നിയമപരമായി കൊല്ലാൻ അവകാശമുള്ള ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്നത്. പൊതുവെ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാറില്ല. ഡിസ്ട്രിക്ട് ജഡ്ജിമാരാണ് വിധിക്കാറുള്ളത്. പിന്നെ അവിടെ നിന്ന് അപ്പീൽ വഴി മേലേക്ക് പോകുന്നത്. ചിലപ്പോൾ സുപ്രീം കോടതി ശരിവെക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതി അത് കമ്മ്യൂട്ട് ചെയ്ത് ജീവപര്യന്തമാക്കി മാറ്റും. പക്ഷെ ജനറലി സ്പീക്കിംഗ് ഒരാളെ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ ഡെത്ത് പെനാൽറ്റി, ജുഡീഷ്യൽ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യാൻ അധികാരമുള്ളത് ഡിസ്ട്രിക്ട് ജഡ്ജിനാണ്. ജനറലി സ്പീക്കിംഗ് ഇങ്ങനെയാണ് കാര്യം. അദ്ദേഹം തരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിധിന്യായമാണ് പിന്നീട് അപ്പീൽ വഴി അല്ലാതെയൊക്കെ മുകളിലേക്ക് പോകുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുക. ഇവിടെ നമുക്ക് ഭയങ്കര, അത് വർഷങ്ങളായി ന്യൂസ് പേപ്പേഴ്സിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഇത് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചോദ്യം. ഡെത്ത്, ഒരാളെ തെറ്റ് ചെയ്ത ഒരാളെ കൊല്ലുന്നത് ശരിയാണോ, അതാണ് ചോദ്യം. ഇപ്പം ജയിലർ പരീക്ഷയുടെ ഒക്കെ സിലബസിനകത്തുള്ളതാണ് ടൈപ്പ് ഓഫ് ജസ്റ്റിസ് ഒക്കെ. അതായത് നീതി, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസും ഉണ്ട്, അല്ലാത്ത ടൈപ്പ് ജസ്റ്റിസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കുറ്റം ചെയ്ത ഒരാളെ, ഗാന്ധിജി പറഞ്ഞ കാര്യമാണ്, കുറ്റവാളിയല്ല, അയാൾ ചെയ്ത കുറ്റത്തിനെയാണ് നമ്മൾ വെറുക്കേണ്ടതെന്ന്. അപ്പൊ ആ കുറ്റവാളിയെ നമ്മൾ റിഫോം ചെയ്ത് പരിവർത്തനം ചെയ്ത് കൊണ്ടുവരണം. അതാണ് ജനറലി സ്പീക്കിംഗ് ഒരു റിഫോർമേറ്റീവ് ജസ്റ്റിസിന്റെ, അല്ലെങ്കിൽ ഒരാളെ റിഫോം ചെയ്ത്, ഒരു മോശപ്പെട്ട ആളെ റിഫോം ചെയ്ത് നല്ലവനാക്കി മാറ്റുന്ന പ്രോസസ് അതാണ്. പക്ഷേ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയും. അതായത് വൈരാഗ്യം തീർക്കും, ഒരാളെ കൊന്ന് അവരെ ഞാനും കൊന്ന്, അല്ലെങ്കിൽ കണ്ണിന് പോലും കണ്ണ്, മൂക്കിന് മൂക്കെന്ന് പറയുന്നു, അല്ലാതെ പ്രാകൃതമായ ഒരു കാര്യമാണെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നൊരു പൊതുവെ ഒരു വിലയിരുത്തൽ ഇന്റർനാഷണൽ എത്തിക്സ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ചില കേസുകളിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെ? ഒരാളെ റിഫോം ചെയ്തൊരു മാർഗ്ഗമില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അതാണ് നമ്മൾ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ, അതായത് സാധാരണ ഒരു കൊലക്കേസിൽ ഒരിക്കലും ഉള്ള തൂക്കിക്കൊല്ലാൻ പാടില്ല. പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാന്നിരിക്കട്ടെ, ക്രൂരതയുടെ അങ്ങേയറ്റം അല്ലെങ്കിൽ പൈശാചികതയുടെ നിന്ദ്യ സ്വഭാവത്തിന് അങ്ങേയറ്റം ചെയ്തൊരു വ്യക്തി, അയാളെ റിഫോം ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല, ജയിലിലിട്ട് അയാളെ റിഫോംഡ് ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ തൂക്കിക്കൊല്ലാൻ കോടതിക്ക് വിധിക്കാൻ പറ്റും. ഇതാണ് റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണത്. സിവിൽ സർവീസിനും കേരള PSCക്കും ഒക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പണ്ടൊക്കെ ഈ ഒരു സിദ്ധാന്തം ഇല്ലായിരുന്നു. കാര്യം ഇതിന് കൃത്യമായിട്ടുള്ള നിർവചനമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് എന്താണെന്നുള്ള നിർവചനമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഡിസ്ട്രിക്ട് കോടതി, അല്ലെ സെഷൻസ് കോടതികൾ വിധിക്കുന്ന വധശിക്ഷ ഹൈക്കോടതി റദ്ദ് ചെയ്യുന്നത്. ഹൈക്കോടതി നോക്കുമ്പോൾ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് അല്ല, സുപ്രീം കോടതി നോക്കുമ്പോൾ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് അല്ല, പക്ഷെ ചിലപ്പോൾ ഡിസ്ട്രിക്ട് കോടതി നോക്കുമ്പോൾ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് ആയിരിക്കും. അപ്പൊ ഇത് ആപേക്ഷികമാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും അത് നടപ്പാക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് പല ആൾക്കാരും പറയുന്നത് അതുകൊണ്ടാണ്. കാര്യം ഇത് ആപേക്ഷികമായ ഒരു കാര്യമാണ്, അല്ലെ? പക്ഷെ കോടതി നമുക്ക് ഈ കാര്യത്തിൽ വിശ്വസിക്കാം. ഇന്ത്യയിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള വിങ് ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന ജുഡീഷ്യറി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. യെസ്. അപ്പോൾ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് സിനാരിയോ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ചോദ്യം വരാം, ഈ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. മറ്റെവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാര്യം കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇതിനില്ല. ഇത് ആദ്യമായി സുപ്രീം കോടതി ഈ ഒരു ഐഡിയ, ഈ ഒരു ഡോക്ട്രൈൻ, തത്വം കൊണ്ടുവരുന്നത് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിലാണ്. നമുക്കിത് വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കി വെച്ചോ. കേശവാനന്ദ ഭാരതി കേസും ഗോലക്നാഥ് കേസും മിനറൽ മിൽ കേസും ഒക്കെ സ്ഥിരം ചോദ്യമാണല്ലോ. അതുപോലെ ഇനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. കാരണം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഷാരൂൺ വധക്കേസിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ ഒരു കേസിനെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് എന്ന ഐഡിയോളജി, സിദ്ധാന്തം സുപ്രീം കോടതി കൊണ്ടുവന്നത് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നൊരു കേസിലാണ്. അപ്പൊ ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലേ, ഒരു വ്യക്തി, അയാൾ കുറ്റവാളി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? മൗലിക അവകാശമുണ്ട്. മൗലിക അവകാശത്തിൽ ആർട്ടിക്കിൾ 21 പറയുന്ന ഒരു കാര്യമാണ് ജീവിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. ഒരാളെ അങ്ങ് തട്ടുകഴിഞ്ഞാൽ, തൂക്കി കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമല്ലേ? അങ്ങനെ ചോദ്യം വരാം. പക്ഷേ സുപ്രീം കോടതിയിലും ഈ ചോദ്യം പോയിട്ടുണ്ട്. സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 ആക്ച്വലി എന്താ പറയുന്നത്? എ പേഴ്സൺ കനോട്ട് ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് നിയമത്തിന്റെ പിൻബലമില്ലാതെ ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല. അതാണ് അതിനകത്ത് പറയുന്നത്. കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലാം. ഉദാഹരണത്തിന് അജ്മൽ കസബിനെ തൂക്കിലേറ്റി, അയാളെ പുറത്തിറങ്ങി ബാക്കിയുള്ള ആൾക്കാരെ കൊല്ലും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിയമപരമായിട്ട് കോടതിയിൽ വിചാരണ നടത്തി, ട്രയൽ നടത്തി, നിയമപരമായിട്ടാണ് അയാളെ തൂക്കി കൊന്നത്. സോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ,
അതായത് നിയമത്തിന്റെ പിൻബലം അതോടുകൂടി ചെയ്യുന്ന കൊലപാതകങ്ങൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 21 തന്നെ പറയുന്നുണ്ട്, നിയമത്തിന് പിൻബലം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം എന്നൊരു സൂചന അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഡെത്ത് പെനാലിറ്റി ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ചുമ്മാ ഇവർ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റത്തില്ല. റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് എന്നുള്ള സംഭവം സാറ്റിസ്ഫൈഡ് ആവണം. ഇവിടെ കോടതി പറഞ്ഞൊരു കാര്യം അതാണ്, കൃത്യമായിട്ട് അറിയായിരുന്നു ഇങ്ങനൊരു വിഷം കൊടുക്കുമ്പോൾ ഷാരോണിന്റെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്ന് കൃത്യമായിട്ടും അറിയാമായിരുന്നു. എന്നിട്ടും അത് ചെയ്തു. അതാണ് അതിനകത്ത് സംഭവിച്ചൊരു ഇഷ്യൂ അല്ലെ. അപ്പോ നമുക്കിനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ വ്യക്തിയെ യഥാർത്ഥത്തിൽ തൂക്കിലേറ്റുമോ? ജനറലി സ്പീക്കിംഗ് സാധ്യത കുറവാണ്. ബിക്കോസ് ഈ ഡിസ്ട്രിക്ട് കോടതികൾ കൊടുക്കുന്ന വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഇറ്റ് ഷുഡ് ബി കൺഫേംഡ് ബൈ ഹൈക്കോർട്ട് എന്ന് പറയും. ഇൻകൺഫേമേറ്റീവ് വിത്ത് ഹൈക്കോർട്ട് എന്നാ പറയാം. ഹൈക്കോടതി ഇത് ശരിവെക്കണം. ശരിവെച്ചില്ലെങ്കിൽ എന്ത് പറ്റില്ല? തൂക്കിക്കൊല്ലാൻ പറ്റില്ല. പൊതുവെ നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത് ഈ ലോവർ ജുഡീഷ്യറിയിൽ പൊതുവെ വധശിക്ഷ മാക്സിമം കൊടുക്കും. ബിക്കോസ് അത് ഡിറ്ററൻസ് ആണ്. ആൾക്കാർ ഇത് കാണുമ്പോൾ ഒന്ന് പേടിക്കും, അവരെ തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റും. പക്ഷെ ഹൈക്കോടതികളിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴത്തേക്കും അവരതിനെ പൊതുവെ കമ്മ്യൂട്ട് ചെയ്യും. അതായത് വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമാക്കിയോ മറ്റ് പല കാര്യങ്ങളോ ഒക്കെ മാറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? അപ്പീല് പോലും പോണ്ട. ഈ പ്രതി അപ്പീല് പോലും പോണ്ട. ഓട്ടോമാറ്റിക് ആയാണ് ഹൈക്കോടതി അതിന്റെ കറക്ഷൻ നടത്തുന്നത്. ഈ കേസിൽ എന്താവും നമുക്ക് അറിയില്ല. കാര്യം ഇത് പല കേസുകളും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണത്. ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു, എത്രയോ നൂറുകണക്കിന് ഡെത്ത് പെനാലിറ്റി ഡിസ്ട്രിക്ട് കോടതികൾ കൊടുത്തതിനകത്ത് വളരെ ചുരുക്കം അത്ര വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഹയർ ജുഡീഷ്യറി ശരിവെച്ചത്. അത്ര ആൾക്കാരെ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ട്രയൽ നടത്തിയിട്ടുള്ളൂ. ഇത് അപ്പീൽ കൊടുക്കാതുള്ള കേസാണ് പറയുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഡിസ്ട്രിക്ട് കോടതി ഡെത്ത് പെനാൽറ്റി വിധിക്കുന്നു, ഓട്ടോമാറ്റിക് ആണ് ഹൈക്കോടതി. അത് ഓപ്പൺ കോർട്ടിലൊന്നും അല്ല, ക്ലോസ്ഡ് ചേംബേഴ്സിലായിരിക്കും അവർ അത് ചെക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കും. അല്ലെങ്കിൽ ഓക്കെ, ഡെത്ത് പെനാൽറ്റി തന്നെ അവർ കൺഫേം ചെയ്യും. അതല്ലെങ്കിൽ അത് കമ്മ്യൂട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും ശിക്ഷയാക്കി മാറ്റും. അപ്പൊ അതാണ് ഒരു വസ്തുത വരുന്നത്. അപ്പൊ ഇതിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൽസ ഉണ്ടല്ലോ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, നമുക്ക് ധാരാളം ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? അവർ പ്രോആക്റ്റീവായിട്ട് തന്നെ വന്ന് ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് എന്ത് കൊടുക്കും? നിയമസഹായം കൊടുക്കും. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, തെറ്റാന്നല്ല പറയുന്നത്. കാര്യം നിയമസഹായം എന്ന് പറയുന്നത് മൗലിക അവകാശം തന്നെയാണ്. പ്രോപ്പർ ലീഗൽ എയ്ഡ് DPSP-യിലും പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അപ്പീലും കൂടെ പോകാൻ പറ്റും. അപ്പൊ അപ്പീലും കൂടെ പോകുമ്പോഴത്തേക്കും കേസ് കുറെ കൂടെ സ്ട്രോങ് ആവും. ഞാൻ ടെക്നിക്കൽ വശങ്ങളാണ് പറയുന്നത് കേട്ടോ, കംപ്ലീറ്റ് ടെക്നിക്കൽ വശങ്ങളാണ് പറയുന്നത്. ഇത്രയും ഡെപ്ത് ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷെ നിങ്ങൾ കോണ്ടെക്സ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. നൽസയുടെ ഫംഗ്ഷൻ തന്നെ അതാണ് അല്ലെ, ലീഗൽ റിഫോർമേഷൻസ് വരുത്താനുള്ള ഫംഗ്ഷൻ. നൽസയിൽ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, അവിടെ നിന്ന് ഇനിയും ചോദ്യങ്ങൾ വരും. സൗജന്യ നിയമസഹായം ലഭ്യമാക്കുക, അത് മൗലിക അവകാശവും മാർഗനിർദ്ദേശക തത്വം ഒക്കെയാണ്. ആ ഒരു ഫംഗ്ഷന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലൊന്നിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക. മറ്റെന്തെങ്കിലും പോയിന്റുകൾ ഞാൻ മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ബിക്കോസ് നമ്മുടെ ഇതൊരു കൊളാബറേറ്റീവ് ഒരു ലേണിംഗ് എക്കോസിസ്റ്റം ആണ് അല്ലെ. എനിക്കറിയാതെ ഞാൻ പഠിപ്പിക്കും, നിങ്ങൾക്കറിയാതെ നിങ്ങൾ പറയാം. നമുക്ക് അടിപൊളിയായി പഠിച്ച് മുന്നേറാം. എന്തായാലും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. എത്ര ചാലഞ്ചിങ് ചോദ്യം വന്നാലും നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കണം. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങൾ PSC-യുടെ സിലബസിൽ കൂടെ നോക്കി കാണണം. കൃത്യമാണല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, സബോർഡിനേറ്റ് ജുഡീഷ്യറി സിലബസിൽ കൂടെ നോക്കി കാണുക. അത് വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പ്രിലിംസ് ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പ്രിലിംസ് മെയിൻസ്, ഇന്റർവ്യൂ ബാച്ചുകളും ഒക്കെ അവൈലബിൾ ആണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ബാച്ചുകൾ അവൈലബിൾ ആണ്. ഇത്തരം വാർത്തകൾ കൂടുതൽ യൂണിഫോമിന്റെ പോസ്റ്റിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. ബിക്കോസ് ഇതിൽ വരുന്ന BNS അല്ലെങ്കിൽ പുതിയ നിയമസംഹിതയിൽ വന്നിട്ടുള്ള സെക്ഷൻസ് പഠിച്ചേ പറ്റത്തുള്ളൂ. നമുക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ എന്തായാലും സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക. ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഇട ഉണ്ടാവാതിരിക്കരുത്. എല്ലാവർക്കും ഒരു പാഠമാവട്ടെ, നല്ല ഡിറ്ററൻസ് ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. താങ്ക് യു, ബൈ.